ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഇ.കെ. വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന് ലീഗിലെ ഒരു വിഭാഗം. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി തർക്കങ്ങൾ തുടരുന്നതിനിടെ ഇക്കാര്യത്തിൽ ഇ.കെ. വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന നിലപാടുമായി മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം മുന്നോട്ടു വന്നിരിക്കുകയാണ്. ആലിക്കുട്ടി മുസ്ലിയാരെയും കോട്ടുമല ബാപ്പു മുസ്ലിയാരെയും ഉയർത്തിക്കാട്ടിയാണ് സമസ്ത ഇ.കെ. വിഭാഗം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നത്. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി ചെയർമാന്റെ പദവി നേടിയെടുക്കാനുള്ള നീക്കത്തിനിടെയാണ് ലീഗിലെ ഒരു വിഭാഗം പരസ്യമായി രംഗത്തു വന്നിരിക്കുന്നത്. UDF സർക്കാർ ഭരണകാര്യങ്ങളിൽ മതസംഘടനകളുടെ നേരിട്ടുള്ള സമ്മർദ്ദത്തിന് വഴങ്ങുന്നുവെന്ന ആക്ഷേപം വ്യാപകമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇ.കെ. വിഭാഗം ലീഗിൽ അമിത സ്വാതന്ത്ര്യമെടുക്കുന്നതിൽ അസംതൃപ്തിയുള്ള വിഭാഗത്തിന്റെ ഈ നീക്കം. ഇക്കാര്യത്തിൽ CPM സ്വീകരിച്ച നിലപാട് തന്നെ ലീഗും സ്വീകരിക്കണമെന്നാണ് ഇവരുടെ അഭിപ്രായം. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി, വഖഫ് ബോർഡ് എന്നീ സ്ഥാനങ്ങളിലേക്ക് CPM തങ്ങൾക്ക് താൽപര്യമുള്ള MLA-മാരെയാണ് നിയമിച്ചിരുന്നത്. മതസംഘടനാ പ്രതിനിധികൾക്ക് പകരം പാർട്ടിയിൽ നിന്നുള്ള ഒരു MLA-യെ ചെയർമാനാക്കണമെന്നാണ് ആവശ്യം. ഇതിനായി MP അബ്ദുസമദ് സമദാനി, KNA ഖാദർ എന്നിവരെയാണ് ഈ വിഭാഗം ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ഇതിനെതിരെ ഇ.കെ. വിഭാഗം ശക്തമായി തന്നെ രംഗത്തുണ്ട്. എന്നാൽ ഇ.കെ. വിഭാഗത്തെ പിണക്കാൻ പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങൾ തയ്യാറാകില്ലെന്നാണ് സൂചന. ഇതിനിടെ പൊതുസമ്മതനായ കോൺഗ്രസ് MLA CP മുഹമ്മദിനെ ചെയർമാനാക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നെങ്കിലും ലീഗ് ഇതിന് വഴങ്ങിയിട്ടില്ല. അതേസമയം ഈ വർഷം പാർലമെന്റ് പാസാക്കിയ ഹജ്ജ് ആക്ടിലെ ഭേദഗതി പ്രകാരം നിലവിലുള്ള കമ്മിറ്റിയുടെ കാലാവധി കഴിയുന്നതിനു മുമ്പ് കുറഞ്ഞത് 3 മാസം മുമ്പെങ്കിലും പുതിയ ഹജ്ജ് കമ്മിറ്റി രൂപവൽക്കരിക്കണം. എന്നാൽ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി രൂക്ഷമായ തർക്കം നിലനിൽക്കുന്നതിനാലാണ് കാലാവധി കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും പുതിയ കമ്മിറ്റി രൂപവൽക്കരിക്കാനാകാത്തത്. ഈ വർഷത്തെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട സമയമായിട്ടും ഹജ്ജ് പരിശീലന പരിപാടികളോ വളണ്ടിയർ തിരഞ്ഞെടുപ്പോ ഇതുവരെ പൂർത്തിയായിട്ടില്ല. 15 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന കമ്മിറ്റിയിൽ MP, MLA-മാരിൽ നിന്നും മതപണ്ഡിതന്മാരിൽ നിന്നും തദ്ദേശ സ്ഥാപന സാരഥികളിൽ നിന്നും 3 പേർ വീതവും സാമൂഹിക സംഘടനാ പ്രതിനിധികളിൽ നിന്ന് 5 പേരെയുമാണ് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുക. ഇവരിൽ തദ്ദേശ സ്ഥാപന സാരഥികളിൽ നിന്നും MLA-മാരിൽ നിന്നുമായി 2 പേരെ കോൺഗ്രസ് നോമിനികളായി അംഗീകരിക്കുമെന്ന നിലപാടിലാണ് ലീഗ് എന്നറിയുന്നു. കഴിഞ്ഞ UDF ഭരണകാലത്ത് ചില മത സംഘടനകളോട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചതുപോലെ ഇത്തവണ ആവർത്തിക്കരുതെന്ന് കോൺഗ്രസ് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാ മതസംഘടനകൾക്കും കമ്മിറ്റിയിൽ അംഗത്വം നൽകും. MP-മാരുടെ പ്രതിനിധിയായി E.T. മുഹമ്മദ് ബഷീർ കമ്മിറ്റിയിലെത്തിയേക്കും.